തിരിച്ചു ജോയിൻ ചെയ്യാനായിട്ട് ഇവളെ ഓഫീസിൽ നിന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഒളിച്ചോടാൻ മാത്രം നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഈ കേസിന്റെ വിധി നേരത്തെ അറിയാൻ സാധിക്കുമോ? ചെയ്യാവുന്നതിന്റെ പരമാവധി നമ്മൾ ചെയ്തിട്ടില്ലേ? ഇനിയെല്ലാം ജഡ്ജിന്റെ ഡിസ്ക്രിപ്ഷൻ പോലെയാണ്. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. എനിക്ക് അനുഷയോട് ഒന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണം. ആയിക്കോട്ടെ. വിധിയെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ഉണ്ടോ? നമുക്ക് രണ്ടാൾക്കൊരു സിമിലാരിറ്റി ഉണ്ട്. നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളെയാണ് നമ്മൾ ഈ കേസിൽ തോൽപ്പിക്കേണ്ടത്. അതിലൊന്നും കാര്യമില്ല. എനിക്കെന്തായാലും ഈ കേസ് ജയിച്ചേ പറ്റൂ. നിലനിൽപ്പിന്റെ പ്രശ്നമാണല്ലോ. മാധവിക്കും അങ്ങനെ തന്നെയാണ്, എനിക്കറിയാം. പക്ഷേ ഈ കേസിൽ എനിക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു തിരിച്ചടി കിട്ടിയത് സേറയുടെ മൊഴിമാറ്റമാണ്. വിസ്താരത്തിന് മുമ്പ് മാധവി ടെൻഷൻ അടിച്ചിരിക്കുന്നത് ഞാൻ കണ്ടതാ. സേറ മൊഴിമാറ്റി പറഞ്ഞപ്പോൾ മാധവി ഞെട്ടുന്നതും ഞാൻ കണ്ടു. ഞങ്ങളെ വക്കീലന്മാരെ ഉത്തരങ്ങളല്ല, നമുക്ക് ആവശ്യമുള്ള ഉത്തരം കിട്ടാൻ എന്ത് ചോദ്യം ചോദിക്കണം എന്നാണ് ചിന്തിക്കാറുള്ളത്. സോ വാട്ട് ഈസ് ദ റൈറ്റ് ക്വസ്റ്റ്യൻ ഹിയർ? സേറ എന്തിനു മൊഴിമാറ്റി എന്നുള്ളതാണോ, അതോ ആര് പറഞ്ഞാലാണ് സേറ മൊഴിമാറ്റാൻ സാധ്യത എന്നുള്ളതാണ്? ഞാൻ തന്നെ ജഡ്ജ് ചെയ്യല്ല, എനിക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം താൻ എൻ്റെ ക്ലയന്റാണ്. പക്ഷെ ചില കാര്യങ്ങൾ എനിക്ക് അറിയണമെന്നുണ്ട്. അനുശ്വരിക്ക് ചോദിച്ചില്ലേ കേസ് പിൻവലിക്കാൻ പറ്റുമെന്ന്? അതെന്തിനായിരുന്നു? ഗൗതമിന് എത്ര വർഷത്തെ ശിക്ഷ കിട്ടുമെന്ന് ചോദിച്ചില്ലേ? അതെന്തിനായിരുന്നു? എനിക്കറിയില്ല, എനിക്ക് ശരിക്കും അറിയില്ല. അവൻ എന്നെ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ എത്ര കരഞ്ഞിട്ട് കാല് പിടിച്ചിട്ടും അവനൊന്ന് കേൾക്കാൻ പോലും നിന്നതില്ല. അന്ന് എനിക്ക് അവനോട് ദേഷ്യമായിരുന്നു. അവൻ എന്നെ ചീറ്റ് ചെയ്താന്ന് പറഞ്ഞ് അച്ഛൻ കേസ് കൊടുക്കാൻ നിർബന്ധിച്ചപ്പോ ഞാൻ രണ്ടാമതൊന്നും ആലോചിച്ചില്ല. ഭാഗ്യമേ അവൻ എന്നെ മനസ്സിലാക്കിയിട്ടില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ എന്താണെന്നുള്ളത് കുറച്ചുകൂടെ വ്യക്തമായി അവനോട് പറഞ്ഞിരുന്നെങ്കിൽ, എല്ലാം കഴിഞ്ഞ് കുറച്ച് സമയമെടുത്ത് ഒന്നേരം സംസാരിച്ചിരുന്നെങ്കിൽ ചിലപ്പോ, എനിക്കറിയില്ല. ഈ കേസ് ജയിച്ചാൽ കൂടി അപ്പുറത്ത് നിൽക്കുന്നത് സാറിന്റെ ഭാര്യയല്ലേ. അവര് സങ്കടപ്പെടുന്നുണ്ട്, സാറിന് എത്രന്ന് വെച്ചാൽ സന്തോഷിക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് എനിക്കും. അതുകൊണ്ടാണ് ഞാൻ സേറയോട് മൊഴി മാറ്റാൻ പറഞ്ഞത്. I'm sorry. I'm really sorry.